മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അതെന്റെ മകൻ തന്നെയാ, ഷാനു. ആർക്കാ ഇത്ര സംശയം? അയ്യോ, സംശയമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു സംശയം. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷെ ഈ കഥ പോലീസുകാരും നാട്ടുകാരും വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. അവര് വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി, ഇനി അവൻ അവന്റെ പെണ്ണിനെ തിരിച്ചു കിട്ടണം. ശേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ നാട്ടില് നിയമവും പോലീസൊക്കെ ഇല്ല. അപ്പൊ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ? വേണ്ടേ? എന്തിനാ ഞാൻ പറയുന്നത്? അതെന്റെ മകൻ പറഞ്ഞോളൂ. ഞങ്ങളോട് പോലും നേരെ ചൊവ്വേ ഉത്തരം പറയാൻ കഴിയാത്ത അവൻ എങ്ങനെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നേ? അതെ അതെ, നിങ്ങൾക്ക് എന്ത് ചോദ്യത്തിന് ഉത്തരം വേണ്ടത്? എന്താ ചോദിച്ചത്? കേട്ടില്ലേ? കേട്ടു. പക്ഷെ മോനെ ഷാനു, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ സെബാന്റി ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയതും കോളേജിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചതും ഞങ്ങളും കൂടി ചേർന്നിട്ടല്ലേ മോനെ? മരിച്ചത് ഷാനു സെബാനാണെന്ന് ഉറപ്പുവരുത്തുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറ്റുവാങ്ങിയതും ഈ കൈകളുണ്ടാ. ഞങ്ങൾക്ക് നിന്നിങ്ങനെ പച്ച ജീവനോടെ കണ്ടിട്ട് എങ്ങനെയാണ് മനസ്സമയത്തോടെ ഉറങ്ങാൻ പറ്റുന്നത്? ഞാൻ തിരിച്ചു വന്നതിന് നിങ്ങൾ എന്തിനാ ഉറക്കം കളയുന്നത്? അല്ല, എന്റെ മരണത്തിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൈയുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അപ്പൊ ബാക്കി കഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ബാക്കി കഥയില് സെബാൻ ഉണ്ടാവോ? ഉണ്ടായ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? എന്ത് കുഴപ്പം? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അത് ഞാൻ ജീവിച്ചോ മരിച്ചോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ. ഷാനു, നീ അങ്ങനെ പറയരുത് പോലെ. നീ എന്റെ സെബാന്റെ കൂട്ടുകാരനാണെങ്കിലും സെബാനെ പോലെ തന്നെയാ നിന്നെ കണ്ട ദിവസം മുതൽ ഈ അച്ചായൻ നിന്നെ പരിഗണിച്ചിരിക്കുന്നു. ഹൈറേഞ്ചിൽ എന്റെ ബംഗ്ലാവിൽ വന്നപ്പോഴും താമസിച്ചപ്പോഴും ഞാൻ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും വേർകൃത്യം കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവന് കൊടുത്തത് എല്ലാം നിനക്ക് തന്നിട്ടുണ്ട്, അടവട്ടി ഒഴുകുന്ന എന്റെ സ്നേഹം ഉൾപ്പെടെ. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അത് മാത്രമാണോ? നിന്റെ ഉമ്മ നിൽക്കുന്നു, ചോദിച്ചു നോക്ക്. നീ മരിച്ച ശേഷം എത്ര തവണ നിന്റെ ഉമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങളോട് ചെന്നിട്ടുണ്ടെന്ന്. ഈ വടി പോലെ നിൽക്കുന്ന ഈ പാവച്ചായ നിന്റെ ഉമ്മയ്ക്ക് ചാരിറ്റിയുടെ പേരിൽ പണം വരെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, അറിയോ? സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചു നോക്കും മോനെ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്മ. ഞങ്ങളുടെ സ്നേഹം ഉമ്മയുടെ മോനോട് അറിയട്ടെ. എല്ലാം എനിക്കറിയാം. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ട്. അയ്യോ, എന്ത് ലക്ഷ്യം? ഇവിടെ വന്ന് എന്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു പോയി. സഹായിക്കണം തോന്നി, അത്രയേ ഉള്ളൂ, അല്ലേ? അതെ അതെ, എല്ലാ ദിവസവും അച്ഛൻ ആരെങ്കിലും ഒക്കെ സഹായിക്കണം. അന്നത്തെ ദിവസം മോന്റെ ഉമ്മയെ സഹായിച്ചേ. ചാരിറ്റി ലൂയിസ് പഞ്ഞിക്കാരന് എന്നൊരു വീക്ക്നെസ് ആയിരുന്നു. പോട്ടെ ചാ, പോട്ടെ പോട്ടെ. അപ്പോ മോൻ ഒറിജിനൽ ഷാനു സുലൈമാൻ തന്നെയാണല്ലേ? മുമ്പ് നിങ്ങൾ ഇത് തന്നെയല്ലേ ചോദിച്ചത്? അതല്ല, ഈ മരിച്ച ശേഷം മടങ്ങി വരുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. അതുകൊണ്ടാ ഒന്ന് തൊട്ട് നോക്കിയേ. അല്ല മോനെ, ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? മരിച്ച് സ്വർഗത്തിൽ പോയിട്ടാണോ അതോ നരകത്തിൽ പോയിട്ടാണോ ഓ മടങ്ങി വന്നത്? എന്താ സെബാനെ കൂടി കൊണ്ടുവരാഞ്ഞേ? അല്ല, അറിയാനുള്ളൊരു കൊതി കൊണ്ട് ചോദിച്ചാ. ഈ മരണാനന്തര ജീവിതം എന്നൊക്കെ പറയുന്നത് വല്ല സുഖമുള്ള ഏർപ്പാടാണോ? അല്ല,
മദ്യപ്പുഴയോ വല്ല പാലിന്റെയോ തേനിന്റെയോ ഒക്കെ പുഴയോ അതല്ല മറ്റു വല്ല ഏർപ്പാടുകളോ? അല്ല, ഉമ്മ നിൽക്കുന്നോണ്ട് പറയാൻ ബുദ്ധിമുട്ട് പറയണ്ട. ഞങ്ങൾ വെറുതെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ? എന്നാ പോ. അപ്പോ മോൻ ശരിക്കും ഷാനു തന്നെയാണല്ലേ? ആണെന്ന് പറഞ്ഞില്ലേ? അല്ല, പറഞ്ഞു. എന്നാലും ഷാനു സുലൈമാൻ. ഉമ്മ ഉമ്മ അവൻ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ വേഗം പോകാൻ നോക്ക്. വെറുതെ ഇവിടെ നിന്ന് ജീവൻ പാഴാക്കി കളയണ്ട. ഓ, അമ്മച്ചി വരെ ബിൽഡപ്പ്. അല്ല, നമുക്കാന്നോ വട്ട് അതോ ഇവർക്കാന്നോ? ആ ചേച്ചി, എന്ത് വേണം? ഒരു കോഫി കിട്ടിയ നന്നായിരുന്നു. ചെറിയൊരു തലവേദന. പാലും പഞ്ചാരയും വെള്ളവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് ഇട്ട് കുടിക്കും. എനിക്കാകെ 2 കയ്യേ ഉള്ളൂ. ഈ പണിയെല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വല്ലപ്പോഴും ഒന്ന് അടുക്കള കയറിയതുകൊണ്ട് ആദ്യം വളയൊന്നും ഊരിപ്പോത്തില്ലല്ലോ. അല്ല, ഇതുവരെ ഇങ്ങനൊന്നും പറയാത്തോണ്ട്. ഇതുവരെ പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇപ്പൊ. അതെന്താ? അതങ്ങനെയാ. കൊച്ചിന് വേണമെങ്കിൽ കാപ്പി ഇട്ട് കുടിച്ചു. അതല്ല എങ്കിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഈ പണിയൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഇട്ട് തരാം. പക്ഷേലേ ഇതൊരു ശീലാക്കണ്ട. എന്താ ചേച്ചി? അയ്യോ, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഓരോ പ്രാരാബ്ദങ്ങൾ പറഞ്ഞതാ. എന്താ മോളെ? അല്ല, ഞാനൊരു കോഫി ചോദിച്ചതാ. എന്നിട്ടെന്താ ചേച്ചി ഇട്ട് കൊടുത്തില്ലേ? ഇതുവരെ എൻ്റെ കൈ ഒഴിഞ്ഞില്ല, അത്ര തന്നെ. ആഹാ, അങ്ങനെ നിന്റെ കൈ ഒഴിയുന്ന സമയം നോക്കി പിള്ളേർക്ക് കാപ്പ് കുടിച്ചാ മതിയോ? എന്താടേ, നീ ഇന്ന് ഇടത്തോടാണോ എഴുന്നേറ്റേ? മര്യാദക്ക് കാപ്പി ഇട്ടേ. ഇവിടെ വേറെ ഒത്തിരി പണി കിടപ്പുണ്ട്. കാപ്പി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ചെയ്താ മതി. എന്താടേ, പറഞ്ഞു കേട്ടില്ലേ? ഓ, കേട്ടു. എന്നാ വേഗം കാപ്പി ഇട്ടേ. ഇവക്കിതെന്ത് പറ്റി? ഇവക്കിത് കാലത്ത് തന്നെ ഇളക്കം തട്ടിയെന്നാ തോന്നുന്നേ. മോളിതൊന്നും കാര്യാക്കണ്ട, മുറിയിൽ പോയിക്കോ.